ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്ക ഹൽവയാണേ. അതിനാദ്യം കുറച്ച് ഏലക്ക എടുക്കാം, പിന്നെ ഒന്നോ രണ്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മളൊരു നല്ലൊരു ജാറിനകത്താക്കിയിട്ട് ഈ കുരു ഇല്ലാത്ത ചക്കപ്പഴം ഒന്ന് അരച്ചെടുക്കാവുന്നതാണേ. ഞാനിവിടെ 1.5 കപ്പ് ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ദാ ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടേണ്ടതാണ്. പിന്നെ നമുക്ക് ശർക്കര എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചീകിയോ അല്ലെങ്കിൽ കട്ടക്കിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ടിട്ട് നമുക്കിതൊരു പാനി പരുവാക്കി എടുക്കാവുന്നതാണേ. ദാ ഈ കട്ടയൊക്കെ ഇതിനകത്ത് അലിഞ്ഞു ചേരണം. അതാണ് ഇതിൻ്റെ പരുവ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ദാ ഇതുപോലെ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇതിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് നമുക്ക് നല്ലൊരു അരിപ്പ കൊണ്ട് നമുക്ക് അരിച്ച് മാറ്റി എടുക്കാം. അപ്പം നമ്മുടെ പാനി ഇവിടെ റെഡി ആവുമേ. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചക്കയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് യാതൊരുവിധ കട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്കിതാ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു കുറുക്ക് പരുവ. ദാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും സ്റ്റൗ ലോ ഫ്ലെയിമിലേ ഇടാവൂ. പിന്നെ നമ്മൾ എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഗൈസ്. ഇവിടം തൊട്ട് നമ്മുടെ ഇളക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങുവാണേ. ചെറിയ ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗറും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഈ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ദാ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ദാ ഇങ്ങനൊരു പരുവം ആയിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക ഹൽവ ഉണ്ടാക്കണമെങ്കിൽ മിനിമം നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടി ചിലവഴിച്ചേ പറ്റൂ. അത് നമ്മുടെ സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുമേ. ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇടപ്പരുവം എന്ന് പറയാൻ ആയിട്ടേ ഉള്ളൂ. ഇനിയും കിടക്കുകയാണ് ഒരുപാട് നേരം. നമ്മളിത് നല്ല പോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. കണ്ടോ, ഇപ്പോഴാണ് ഇത് ശരിക്കും ആ ഒരു പരുവത്തിലെത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹൽവയുടെ പരുവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ചക്ക ഹൽവ.